It's just our extra stuff. So this is like our work. This, right? So you go like, you bring it up and you spin it around. It's harder for females because we got to prove ourselves because ശരിക്കും ഈ ഫയർ ഫൈറ്റേഴ്സും ഫയർ എഞ്ചിൻ്റെ ഹിസ്റ്ററി ഒന്ന് പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ 18 BC സെഞ്ചുറികളിൽ തുടക്കം കുറിച്ചാണ്. അന്ന് ആൻഷ്യൻ റോമിലും ഫ്രാൻസിലും ഒക്കെയാണ് ആദ്യമായിട്ട് ഈ ഫയർ ഫൈറ്റേഴ്സിനെ കുറിച്ചുള്ള ഇങ്ങനെ ഒരു ഫയർ ഫൈറ്റിംഗ് ടീം വേണമെന്നും അല്ലെങ്കിൽ അന്ന് ബക്കറ്റ് ബ്രിഗേഡിയേഴ്സ് ഒക്കെ ഉണ്ടായ കാലഘട്ടം അന്നായിരുന്നു കേട്ടോ. പിന്നെ അമേരിക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1600കളിലാണ് അമേരിക്കയിൽ ഇതിനെ പറ്റിയുള്ള കുറച്ച് ലോസും കുറച്ച് എന്താ പറയുക വയലേഷൻസ് ഒക്കെ വന്നത്. അതായത് പഴയ വീട് ഇപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ നോക്കി കാണാം, നമുക്ക് ചില വീടുകൾക്കൊക്കെ ചിമ്മിനികൾ മുകളിൽ കാണാം. അപ്പം അന്നത്തെ കാലത്ത് റൂൾ ഉണ്ടായിരുന്നു, അധികമായിട്ട് വിറക് കത്തിക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കാൻ വേണ്ടി അന്നൊക്കെ ചെറിയ ചെറിയ എന്താ പറയുക കോളനികളൊക്കെയാണല്ലോ. അപ്പോൾ അവിടെ നോക്കാൻ വേണ്ടി അവർ ഫയർ വാർഡന്മാരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇറങ്ങി നോക്കും ഏതെങ്കിലും വീട്ടിൽ അധികമായിട്ട് കത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പൺ ഫയറിനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫൈൻ കൊടുക്കുക. അതൊക്കെയായിരുന്നു തുടക്കത്തിലെ സമ്പ്രദായം. പിന്നെ കുറച്ചും കൂടിയൊക്കെ മാറ്റങ്ങൾ വന്നു. വലിയ വലിയ പട്ടണങ്ങളായപ്പം അവിടെ സിറ്റിസൺ ആയ കുറച്ച് പേരെ, ഒരു 10-15 പേരെ സെലക്ട് ചെയ്ത് അവരെ സിറ്റിക്ക് വേണ്ടി വോളണ്ടിയർ പെട്രോളിങ്ങിന് വേണ്ടി ആക്കി വെക്കും. അവർ രാത്രി കാര്യങ്ങളൊക്കെ ഇറങ്ങി നടന്നിട്ട് എന്താ പറയുക എവിടെയെങ്കിലും തീ കത്തുന്നുണ്ടോ അങ്ങനെ സാധ്യത വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ കൂട്ടുക തീ കെടുത്തുന്ന സമ്പ്രദായമായിരുന്നു പിന്നീട് വന്നത്. ഇത് മുന്നോട്ട് പോയി വോളണ്ടിയറായിട്ട് ആ ജോലി ചെയ്ത ആൾക്കാരെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ബ്രിഗേഡ്സായി. അപ്പം ബക്കറ്റ് ബ്രിഗേഡ്സ് എന്നും അല്ലെങ്കിൽ ഇതേപോലെ വോളണ്ടിയർ ബ്രിഗേഡ്സ് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് പ്രൈവറ്റ് കമ്പനിയൊക്കെ തുടങ്ങി കേട്ടോ. പല കമ്പനികളുണ്ട്. അപ്പോൾ ഒരു വീടിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും തീയോ കത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഈ ഇൻഷുറൻസ് കമ്പനി ഈ ബ്രിഗേഡ്സിന് ഈ കമ്പനിയെ വിളിക്കും, ഈ കമ്പനിയായിരിക്കും തീ കെടുത്തുന്നത്. അപ്പോൾ 1-2 കൂടുതൽ കമ്പനികൾ വന്നപ്പം അവർ തമ്മിലുള്ള മത്സരമായി. അപ്പോൾ തീ കത്തി കഴിയുമ്പം ഈ കമ്പനികൾ പറയും ഞങ്ങൾ കുറഞ്ഞ പൈസയ്ക്ക് ഇത് കെടുത്തി തരാം അല്ലെങ്കിൽ ഞങ്ങൾ സോൾവ് ആക്കി തരാമെന്ന് പോലെ. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനും അവർ തമ്മിലുള്ള മത്സരം വന്നപ്പോൾ പല സ്ഥലങ്ങളിലും തീ കെടുത്താൻ ആളില്ലാതെയായി. പ്രശ്നങ്ങൾ അതിനേക്കാളും വലുതായിട്ട് ആളി കത്താൻ തുടങ്ങി കേട്ടോ. ഇങ്ങനെ പ്രശ്നങ്ങൾ ആളി കത്തിയപ്പോഴാണ് 1736 ബെൻ ഫ്രാങ്ക്ലിൻ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ബെൻ ഫ്രാങ്ക്ലിൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ അമേരിക്ക കണ്ടതിൽ തന്നെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞനും അതുപോലെ തത്വചിന്തകനും രാഷ്ട്രീയപരമായിട്ടൊക്കെ തൻ്റെ കഴിവുകൾ തെളിയിച്ച ഒരു മനുഷ്യനാട്ടോ. അതുപോലെ തന്നെ ഇവിടെ പെൻസിൽവാനിയ സ്റ്റേറ്റിൻ്റെ ഗവർണറും ആയിരുന്നു. പുള്ളിയുടെ പബ്ലിക്കേഷൻസ് കൊണ്ട് തന്നെ പുള്ളി വൺ ഓഫ് ദ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് യുണൈറ്റഡ് നേഷൻ കൊണ്ട് അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. സോ പുള്ളി പറഞ്ഞു ഓക്കെ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം തീ കത്തി നശിക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല. അതിന് പകരം ഗവൺമെൻറ് റൺ ചെയ്യുന്ന ഒരു ഓൺ കമ്പനി വേണം. അങ്ങനെ പുള്ളി 1736 ഇവിടെ പെൻസിൽവാനിയ സ്റ്റേറ്റിലെ ഇവിടെ ഫിലാഡൽഫിയയിൽ തന്നെയാണ് ആദ്യത്തെ ഫയർ കമ്പനി രൂപം കൊള്ളുന്നത്. തുടക്കം ഇതേപോലെ വോളണ്ടിയർ ആയ ആൾക്കാർ തന്നെയാണ് അവിടെ ജോലി ചെയ്തത്. പിൽക്കാലത്ത് 2000 ഒക്കെ ആയപ്പോൾ തന്നെ ഒരു 70% ഫുൾ ടൈം ജോലിയിലോട്ട് ഫയർ ഫൈറ്റർ എന്ന ജോലിയിൽ ഫുൾ ടൈം ജോലിയായിട്ട് അമേരിക്കയുടെ പല സ്റ്റേറ്റുകളിലും പല കൗണ്ടികളിലുമായിട്ട് ഒരുപാട് എന്താ പറയുക ഗവൺമെൻറ് റൺ ചെയ്യുന്ന അല്ലെങ്കിൽ കൗണ്ടികൾ റൺ ചെയ്യുന്ന ഓൺ ഫയർ എഞ്ചിൻ കമ്പനി തുടക്കം കുറയ്ക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അമേരിക്കൻ ഹിസ്റ്ററി. ഇനി ഇന്ത്യയും ഒട്ടും മോശമല്ല കേട്ടോ. ഇന്ത്യയിലും 1803 ആദ്യത്തെ ഫയർ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ബോംബെ ബ്രിഗേഡ്സ് എന്ന പേരിലാണ് ആദ്യം അറിയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് ആ ഫയർ കമ്പനി അണ്ടറിൽ അവിടുത്തെ ബോംബെ പോലീസ് തന്നെയാണ് അവർ ബ്രിഗേഡ്സ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിൽക്കാലത്ത് ബോംബെയിൽ നിന്ന് അത് ലക്നൗ, കൽക്കട്ട, അതേപോലെ തന്നെ കർണാടക പല സ്ഥലങ്ങളിൽ പല ബ്രിഗേഡ് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അത് നമ്മുടെ ഇന്ത്യൻ ഫയർഫോഴ്സ് എന്ന പേരിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് അതും എക്സ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫയർ ഫൈറ്റിൻ്റെ പിന്നിലുള്ള ചെറിയ ഹിസ്റ്ററി കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ 2ാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഫയർ സ്റ്റേഷനിലെ ഡ്യൂട്ടീസും അവിടെ യൂണിഫോമും ഒരു ഫയർ ട്രക്കും അതേപോലെ തന്നെ അവിടെ ഒരു ഫയർ ആംബുലൻസ് എല്ലാം കാണിച്ചുകൊണ്ട് ഒരു കിടക്കാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പോയി കാണുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പോൾ ഇന്നും കുറച്ച് കിടക്കാൻ കാര്യങ്ങളുണ്ട്. നമ്മളെ കൂടെ തന്നെ ഒരു ഫയർ വുമൺ ആണ് ചെയ്യുന്നത്. അപ്പം പോയി കണ്ടാലോ. നമ്മുടെ കൂടെ ഒരു ഫയർ ഫൈറ്റർ വുമൺ ഉണ്ട്. നോർമലി ഈ ജോബ് ചൂസ് ചെയ്യാൻ എല്ലാവർക്കും ഡിഫിക്കൽട്ടാണ്. മോസ്റ്റ്ലി മെന്നിന് വേണ്ടി മാത്രം ഓപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഒരു വുമനെയാണ് അല്ലെങ്കിൽ ഒരു ഫയർ ഫൈറ്റർ ഗേളിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ പുള്ളിക്കാരുടെ പേര് ജെന്നിഫർ എന്നാണ്. ജെന്നിഫർ ഷീസ് വർക്കിംഗ് ഫോർ 6 years, right? Yes, I've been working for 6 years. സോ ഫയർ ഫൈറ്റർ വർക്ക് ചെയ്യാണ്. ഇനിഷ്യലി പുള്ളിക്കാർ ഒരു മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്തു. ഈ ഫീൽഡ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇങ്ങോട്ട് കടന്നു വന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ജെന്നിഫറിനോട് ചോദിക്കാം ജെന്നിഫറിൻ്റെ എക്സ്പീരിയൻസും കൂടുതൽ നമുക്ക് ഈ ഫയർ ട്രക്ക് കയറി കണ്ടേക്കാം. സോ ജെന്നിഫർ,
The schedule is amazing. It's 4 days on, 4 days off. So I'm a mother of 2. So it just gives me time with my kids. We do 2 day shifts. We do 2 night shifts. You know, we work in the medic unit. So you just get to help people. I love doing that. Okay. So as I said, like mostly men are choosing this job. Yes. So as a woman, what feels like to come into this job? Actually, it's very hard because first of all, you are a strong woman. I know yes, that, yeah. yes. I mean, you got to be strong. So I try to go to the gym like 4 days a week, 4 or 5 days a week. It's harder for females because we got to prove ourselves because these men, they don't think that we can do the job. So we have to, you know, put everything into it. Maybe we even have to try harder than them because of the fact that, you know, we're not as strong as them. We have most of our strength in our legs. So I use my legs for a lot of things where, as opposed to males, that they have their strength in the upper body. So I do have to lift weights in order to, you know, help me with this job. Makes sense. Yeah. ആണായാലും പെണ്ണായാലും ഇവിടെ തുല്യമാണ് പക്ഷേ ഈ ജോലിയിൽ യു വാണ്ട് ടു ഷോ ഓഫ് ഓക്കെ ഐ ക്യാൻ ഓൾസോ ഡു ഇറ്റ് റൈറ്റ് Oh yes, you have to. ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യം ജെന്നിഫറിന് പറയാനുണ്ട്. നമുക്കിനി ഫയർ എഞ്ചിൻ കണ്ടുകൊണ്ട് ബാക്കി ചോദ്യങ്ങൾ ചോദിക്കാം. So we have to turn the battery on first, get inside, turn it on, hit the switch, and when we get to a fire, we have to put it in pump in order for the pump to work, for the water to squirt out. So in order to do that, I have to hit these buttons, pump is engaged, and then I have to put it in drive. And then I know it's in pump and lights up. We're in pump and it makes a different sound. Okay. We come out here. Okay, so we turn the truck on. We're gonna shoot some water. This is the pressure coming out. Okay, and if we were on a hydrant, this would be the pressure coming in. We're not on a hydrant right now, so it's on 0. Okay. Okay. So I'm gonna let you shoot a little bit of water. So I'm gonna pull this. This is gonna open my hose back here. Okay, and then I'm gonna pressurize it. So I turn this, and as you see, this goes up. Okay. And you hear the difference in noise. So we're going to keep that there. And we're going to come around back. Take this hose off, okay? And if you want to take it, you want to grab this. So basically all you're going to do is you're going to open it up, right? And in order to go into fog, you switch it this way, okay? So I'll let you do it. ഒരു സാമ്പിളിന് വേണ്ടി ഫയർ എഞ്ചിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു നോർമൽ ഓസിൻ്റെ എടുത്തിട്ട് എങ്ങനെയാണ് ഫയർ ഫൈറ്റേഴ്സ് തീ കെടുത്തുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ കവർ ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി ഒരു സാമ്പിൾ ജെന്നിഫർ എനിക്ക് കാണിച്ചു തന്നു കേട്ടോ. ശരിക്കും ഈ ഒരു ഓസ് വളരെ നോർമലാണ്, ഒരു ചെറിയ തീ കെടുത്താൻ വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബട്ട് സ്റ്റിൽ അതിൻ്റെ പവർ ഭയങ്കര ഹെവിയാണ്. തുറക്കുമ്പോൾ ശരിക്കും ഒരു ഗണ്ണ് പോലെയാണ്, നമുക്ക് നല്ല റീകോയിൽ എഫക്റ്റ് ഫീൽ ചെയ്യും. അത്രയ്ക്കും പവറിലാണ്, നല്ല എന്താ പറയുക, പതഞ്ഞുള്ള വെള്ളം തെറിച്ച് തീ കെടുത്തുന്ന രീതികളും അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ടിപ്പ് പിടിക്കേണ്ടത് അല്ലെ അങ്ങനത്തെ രീതിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ജെന്നിഫർ കാണിച്ചു തന്നു. കൂടാതെ ഒരു നോർമൽ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ഉയർന്ന സ്ഥലത്തെ തീ കത്തുന്ന എങ്ങനെയാണ് തീ കെടുത്തേണ്ട രീതികൾ എല്ലാം ജെന്നിഫർ വളരെ ഭംഗിയായിട്ട് ആ കുറഞ്ഞ സമയം കൊണ്ട് കാണിച്ചു തന്നിട്ടു. ശരിക്കും ഒരു എഫക്റ്റീവാണ്. വലിയ സിറ്റുവേഷനിൽ വലിയ ഓസാണ് ഉപയോഗിക്കുന്നത്. ആ ഓസിൻ്റെ വലുപ്പവും സൈസും അത്രയും വെള്ളം കൂടി വരുമ്പം നല്ല ഒരു എന്താ പറയുക, ബാലൻസ്ഡ് ആയിട്ട് പിടിച്ചാൽ മാത്രമേ ഒരു ഫയർ ഫൈറ്റർ തീ കെടുത്താൻ തന്നെ പറ്റുള്ളൂ. ആൻഡ് ഫൈനലി ജെന്നിഫർ എന്ത് ചെയ്തു, ഈ ഓസെല്ലാം വൃത്തിക്ക് മടക്കി സെറ്റാക്കി വെച്ചു. എപ്പോഴും വണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. 500 gallon നിറച്ച ടാങ്കർ ഈ ഫയർ എഞ്ചിൻ എപ്പോഴും പ്രിപ്പയർഡായി റെഡി ആയിരിക്കണം. സിറ്റുവേഷൻ വരുമ്പം ചടപടെ ഓടിക്കണമെന്നാണ് ജെന്നിഫർ ഞങ്ങളോട് പറഞ്ഞത്. ഇനി ഈ ജോലിയെപ്പറ്റി വീട്ടുകാരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ, Okay, so when I first started this job, my father thought that I just sat at the desk and sat there, and while the other guys just went out, I would cook or clean or anything. No. I told him, I was like, I do everything a man does. And he was very surprised. And he was a little scared. But I mean, my family, they love that I can do something that, you know, helps the community and something that I love to do. Like, it doesn't feel like a job. It doesn't feel like I come to work. It feels like I come to a house and I just help people. You know what I mean? Yeah. So that's what I love about this job. You never feel like you're working a day in your life. Makes sense. It's just, you know, you're having fun. Like I said, some people don't feel like a female should be in this position, but I proved myself. And, you know, like I said, I have to work harder, but
I do it. I do my job. Our radio on. Zone A, And North Fire. we make sure we're on ഇത് ശരിക്കും fire. ഇവരുടെ Make sure ബ്രെഡ് the ആൻഡ് batteries ബട്ടർ ആണ്. full അപ്പോൾ at the കെവിനും moment. പറഞ്ഞ You have അനുസരിച്ച് to ഇതിന് take it ഏകദേശം off, ഒരു you have to charge it, $4,500 switch it out with that $5,000 വില battery വരുന്ന ഒരു inside at our വോക്കി watch ടോക്കി test that we കൺട്രോൾ swap സിസ്റ്റം ആട്ടോ. out. ഇവർക്ക് പല ചാനൽസ് ഉണ്ട്. സിറ്റുവേഷൻ അനുസരിച്ച് ഇവർ പല ചാനൽസ് യൂസ് ചെയ്യും. ഇത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ഓഫീസിനും ഓരോ വോക്കി ടോക്കീസ് ഉണ്ട്. ഇത് അവരുടെ ഓൺ എക്സ്പെൻസ്. കളഞ്ഞു പോയാൽ അവരത് പേ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇനി ഫയർ ഫൈറ്റർ ആവണമെങ്കിൽ തന്നെ ഒരുപാട് ട്രെയിനിങ്ങും സർട്ടിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. It was 10 months, and it was the hardest 10 months of my life. I'm not going to lie to you. It was very hard. Every day we would have to do PT in the morning, so they made us do physical training for an hour. And on top of that, we had to get nationally certified to become EMTs in 3 months. So that was just studying every day. You basically had no life for the 10 months. But it's definitely worth it. Okay, so here's the horn, and here's the siren. So the officer controls this. So we have, it'll stop eventually. So you turn it on, and this is neutral, reverse, drive. It's like a button that you push. Okay. This is the brake. You have to push the brake. This is to make sure that the truck doesn't move. You have a brake down here and a pedal, Like a handbrake. like an emergency brake. So these are all the sirens. These are the light bars. It tells you what it is: officer light bar, driver light bar, ground lights, rear lights. ഇപ്പോൾ എവിടെയും തീ ഉണ്ടായിട്ട് ഇവർ പോവുകയാണെങ്കിൽ ഡ്രൈവറിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഓഫീസറാണ് ഇനി വണ്ടി നിയന്ത്രിക്കുന്നത്. പുള്ളിയുടെ മുമ്പിൽ ഇരിക്കുന്ന മോണിറ്ററിൽ എവിടെയാണ് ഇൻസിഡന്റ് നടക്കുന്നതെന്ന് വരും. കൂടാതെ പുള്ളിയുടെ കാലിൻ ചുവട്ടിലാണ് ആ ഒരു സൈറന്റെയും ഹോണിന്റെയും സ്വിച്ച്. അപ്പോൾ അത് പുള്ളി മാനേജ് ചെയ്യും എങ്ങനെയാണ് ട്രാഫിക്. അതനുസരിച്ച് പുള്ളി മാനേജ് ചെയ്യുന്നതനുസരിച്ചാണ് പിന്നെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. Yeah, he will make the siren louder or shorter. Okay. So to make sure people move out of your way, and a lot of people don't move. They see an emergency, vehicle coming, they're supposed to move to the right. People just panic and they just like stay in the middle and they're in your way. But it's just how people are. Like, if you're crossing an intersection, you mean? Yeah. Like, so if you're at a red light, you have to stop at that red light. You have to make eye contact with people to make sure they all stop, because it's hard, especially on Broad Street. There's traffic coming both ways. Oh, yeah, north and southbound. There's 2 lanes of traffic, so you have to stop, come to a complete stop, make sure no one's coming, and he will hit that siren louder, make it louder to make sure everybody knows we are going. So this side is, we connect to it. Let's say it depends on what side of the street it's on. You know what I mean? So we can use the other side and the panels on it, and it's easier. But if the hydrant's on this side of the street, we got to use this side. Okay. Keep our extra tools, maul, shovel, brooms, axes that we use, extra hoses. Portable light up there. Yeah, there's a portable light. If we have a second alarm fire, which means that we're going to be fighting from the exterior, we use different items. It's just our extra stuff. So this is like our water can, our ansel, just different pieces that in case we need them, we keep them in. We have to. We're on the road. Expect the unexpected. Yeah. All our tools to open the hydrant. There's our wrench, reducer that we put on the actual hydrant. This is some of the hydrants. You have to open them with this. Okay. And you have to use the wrench to open it up. Some of them are standard, so some of them you just ഇതൊക്കെ open it നമ്മുടെ up. റോഡ് സൈഡിലുള്ള ഹൈഡ്രന്റ് തുറക്കാനുള്ള സ്പെഷ്യൽ ടൂൾസും ഫ്രഞ്ചുകളും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു എഞ്ചിന്റെ സൈഡിലുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ട്രക്കിന്റെ അകത്തുനിന്ന് കയറി കാണുകയാണെങ്കിൽ ശരിക്കും ഇതിനകത്ത് മെയിൻലി ഒരു 4 ഓഫീസേഴ്സ് ആയിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അല്ല 5 ഓഫീസേഴ്സ്. അപ്പോൾ ഒന്ന് ഡ്രൈവർ ആയിരിക്കും, മറ്റൊന്ന് തൊട്ടപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്ന ഒരു ഓഫീസർ ആയിരിക്കും. തൊട്ട് പേരിലുള്ളവരാണ് പിന്നെ തീ കടത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ഇവർ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ ചാടി വണ്ടിയിൽ കയറുന്നു, ഷൂ ഇടുന്നു, കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നു, ഹെഡ് ഡ്രസ്സ് ഇടുന്നു, തലേ ഹെൽമെറ്റ് വെക്കുന്നു. അപ്പോൾ എല്ലാ പ്രിപ്പറേഷനും ഈ വണ്ടിക്കകത്ത് തന്നെ. അതുകൊണ്ടാണ് ഈ മെസ്സപ്പ് ആയിരിക്കുന്നത്. So usually it's the driver, the officer, and then 2 in the back. One person is on the tip, so one person puts the fire out,
and the other person is on the pack, which means they're in charge to make sure the person inside has enough hose and it doesn't get all tangled up. And then the driver makes sure they have water inside. So in case once water finish, what will you do? Like we connect. You have to know. So you give them the water. Our actual engine holds 500 gallons of water. So we have 500 gallons. We usually have about 2 to 3 minutes to find a hydrant and connect to the hydrant so that we can have as much water as we need. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെയല്ല, നമുക്ക് ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഇങ്ങനത്തെ ഫയർ ഹൈഡ്രൻ്റ് ഉണ്ട്. എവിടെ പോയാലും ഏത് കൗണ്ടിയിലോ സിറ്റിയിലോ ഏത് ചെറിയ ഏരിയയിൽ പോയാലും ഇങ്ങനത്തെ ഒരു ഫയർ പ്ലേസ് ഉണ്ടാകും. അവർക്ക് അവരുടെ മാപ്പിൽ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് വെള്ളം നിറയ്ക്കാൻ വീണ്ടും വന്ന് തീ കെടുത്താം. ആൻഡ് ഫൈനലി നമ്മുടെ ഫയർ സ്റ്റേഷൻ്റെ അകത്തായിട്ട് ഒരുപാട് എക്സോസ്റ്റ് പൈപ്പുകൾ തൂക്കിക്കിടക്കുന്ന കാണാം. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ഒരു ഫയറൊക്കെ എടുത്ത് ഫയർ എഞ്ചിൻ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന സ്മോക്കുകളും ഓഡേഴ്സും ഒക്കെ വണ്ടിക്കകത്ത് പിടിച്ചു പറ്റിയിരിക്കും. അപ്പോൾ എന്തായാലും ഈ എക്സോസ്റ്റ് വെച്ചിട്ട് അതൊക്കെ സക്ക് ചെയ്ത് പുറത്തോട്ട് കളയും. ഇല്ല ഫയർ ഫൈറ്റേഴ്സിൻ്റെ ഹെൽത്തിന് അത് ഭീഷണിയായിരിക്കും കേട്ടോ. അപ്പോൾ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് അവർ കുക്കിംഗ് കൂടി ഉണ്ട്. ഇതൊരു വീടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സോ യു ആർ മേക്കിംഗ് ലഞ്ച് ഫോർ എവരിവൺ, റൈറ്റ്? Yes. Chicken quesadillas. Quesadillas. Everybody's got to cook one day. Yeah. Today's my day. So you're cooking very easy thing. Yeah, I get lunch. I got to make it as easy as possible. Yeah. Here you go. One for you and one for your mother. So we got food from fire station. As I said, we cook, we clean, we hang out until we have a run. അപ്പോൾ ശരിക്കും ഒരു ഹോംലി ഫീലിംഗ് തന്നെയായിരുന്നു ഈ ഫയർ സ്റ്റേഷൻ. നിങ്ങൾ കണ്ടല്ലോ, അവർ അവിടെ ഒന്ന് താമസിക്കുന്നു, അവരുടെ ഫുഡും കാര്യങ്ങളും അവരുണ്ടാക്കുന്നു, ഡ്യൂട്ടി ചെയ്യുന്നു, അവർ ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. ഇച്ചിരി റിസ്ക് ആണെങ്കിലും എങ്ങനെയാണ് ജെന്നിഫർ ജോലി ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. ശരിക്കും ജെന്നിഫർ ഒരു ഇൻസ്പയറിങ് ഒരു വുമൺ തന്നെയാണ്. ശരിക്കും എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ജോലി ചെയ്യുന്നു, ഇത്രയും ടഫ് ജോലി ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ശരിക്കും നമ്മൾ ഓരോരുത്തരും ഒരു ജോലിയെ അതിനെ സ്നേഹിച്ച് അതിനെ മനസ്സിലാക്കി അതിനെ കൃത്യത ചെയ്യുകയാണെങ്കിൽ ഒന്നും ഭാരമുള്ള ജോലി ആയിരിക്കും. അതാണ് നമുക്ക് ജെന്നിഫർ പറഞ്ഞത്. പുള്ളിക്കാരി ലൈഫിൽ നമുക്കിപ്പോൾ കാണിച്ചത് അത് തന്നെ കേട്ടോ. അപ്പോൾ ഇനിഷ്യലി ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ശരിക്കും ഇവിടെ അമേരിക്ക അല്ലെങ്കിൽ ഇതേപോലത്തെ വെസ്റ്റേൺ കൺട്രികളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വുമൺ ഫയർ ഫൈറ്റേഴ്സ് ആയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്. എത്ര പേർക്ക് അറിയായിരുന്നു? എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ഞാൻ അറിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് അഭിമാനിക്കാൻ ഒരുപാടുണ്ട്. കൂടാതെ ഇനി ഒരു ഫയർ ഫൈറ്റേഴ്സിൻ്റെ കൂടെ ഒരു ഓപ്പൺ ഗ്രൗണ്ടിലുള്ള കുറച്ചും കൂടി ഫയർ എഞ്ചിനും അവരുടെ എഞ്ചിൻസും അല്ലെങ്കിൽ ലാഡർ വെഹിക്കിൾസ് എല്ലാം കാണിച്ചൊരു ഡിഫറെൻറ്റ് വീഡിയോ ഒന്നും കൂടി വരാനുണ്ട്. കൂടാതെ ഒരുപാട് അമേരിക്കൻ കാഴ്ചകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകണ്ട. വീണ്ടും കാണും വരേക്കും ബൈ ബൈ.